നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ നമുക്കൊന്ന് നോക്കാം. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ ലക്ഷ്യമിട്ട് വിമർശനവുമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. മന്നം സ്മൃതി എല്ലാവർക്കുമുള്ള ഇടമാണെന്നും താനാണ് ജനറൽ സെക്രട്ടറി, ഇന്നയാൾ വരരുത് എന്ന് പറയരുതെന്നും CP രാധാകൃഷ്ണൻ പറഞ്ഞു. ദില്ലിയിലെ മന്നം സ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു വിമർശനം. ദില്ലിയിലെ NSS കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ദ്വാരകയിൽ മന്നം സ്മൃതി മണ്ഡപം നിർമ്മിച്ചത്. സ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ വിമർശനം. ഇന്നയാൾ വരേണ്ട, ഇന്നയാൾ വരണമെന്ന് താൻ തീരുമാനിക്കുമെന്ന ചിന്ത ഒരാൾക്കും പാടില്ലെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. സുഖുവിനുള്ള സ്മാരകം വൈകാതെ വത്തിക്കാനിൽ പണി. ആലുവയിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞിന് പാരാസെറ്റമോൾ ഓവർഡോസ് നൽകിയതിന് ജില്ലാ ആശുപത്രി ഡോക്ടർക്കെതിരെ കേസ്. ഡോക്ടർ ഹബ്നയ്ക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ആലുവ തൊട്ടുമുഖം സ്വദേശികളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. 5 കിലോ തൂക്കമുള്ള കുഞ്ഞിന് 10 കിലോ തൂക്കത്തിൻ്റെ മരുന്നാണ് കുറിച്ചത്. മരുന്ന് കഴിച്ച കുഞ്ഞിനെ ആലുവ രാജഗിരി ആശുപത്രിയിൽ ICUവിൽ പ്രവേശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ഏപ്രിലിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കുഞ്ഞിന് മരുന്ന് നൽകുമ്പോൾ ഡോക്ടർ മറ്റെന്തെങ്കിലും മരുന്നിന്റെ ഓവർഡോസിലായിരുന്നു എന്ന് അന്വേഷിക്കണം. സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തുകയും അപകീർത്തികരമായ പരാമർശങ്ങൾ ഉന്നയിക്കുകയും ചെയ്തെന്ന കേസിൽ പ്രമുഖ യൂട്യൂബർ രാജൻ ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അടൂർ പോലീസാണ് ഇയാളെ എറണാകുളത്ത് നിന്ന് പിടികൂടിയത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രമുഖ യൂട്യൂബർ എന്ന് കേട്ടപ്പോൾ ഞാൻ നമ്മുടെ ആറട്ടം തന്നെയാണ്. എനിക്കിപ്പോൾ കേരളം കത്തിയാണ്. കേരളത്തിൽ പാർട്ടിയുടെ പ്രവർത്തന ശൈലിയിൽ വലിയ മാറ്റം വേണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി. പാർട്ടി ജനങ്ങളിലേക്കും അനുഭാവികളിലേക്കും ഇറങ്ങണമെന്നും പാർട്ടിയോടൊപ്പം നിൽക്കാവുന്ന ഗ്രൂപ്പുകളെല്ലാം ഒരുമിപ്പിക്കണമെന്നും യോഗം വിലയിരുത്തി. സ്ഥാനാർത്ഥി നിർണയത്തിലെ പരാതികളോട് നേതൃത്വം മുഖം തിരിച്ചു എന്ന ചർച്ചയിൽ വിമർശനമുയർന്നു. അമിത ആത്മവിശ്വാസമാണ് ഇതിന് കാരണമെന്നും ചില അംഗങ്ങൾ പറഞ്ഞു. പ്രവർത്തന ശൈലി മാറ്റുന്നതിനുള്ള ചർച്ചകൾ കേരളത്തിൽ ഗൗരവത്തിൽ നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി പ്രതിപക്ഷ നേതൃസ്ഥാനങ്ങളിലെ മാറ്റം കേന്ദ്ര കമ്മിറ്റി ആലോചിക്കുന്നില്ലെന്നും നേതൃത്വം വ്യക്തമാക്കി. പാർട്ടിയെ ചാരമാക്കി അറബിക്കടലിൽ കലക്കുന്ന കർമ്മവും കാരണഭൂതം തന്നെ നിർവഹിക്കണമെന്നാണ് PB തീരുമാനം. ഭാരതത്തിൽ ഗാർഹിക സോളാർ മേഖലയ്ക്ക് ലോകബാങ്ക് 35,000 കോടി രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചു. ലോകബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡ് വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് ഇത് കൂടുതൽ പ്രയോജനപ്പെടും. ഉയർന്ന വൈദ്യുതി നിരക്കും വേനൽക്കാലത്തെ ലോഡ് ഷെഡിങ്ങും ഒഴിവാക്കാൻ സോളാർ പദ്ധതിയിലേക്ക് കൂടുതൽ കുടുംബങ്ങൾ മാറാനും കേരളത്തിൽ വായ്പയും സബ്സിഡിയും വേഗം ലഭിക്കാനും ഇത് സഹായകമാകും. കേന്ദ്ര സർക്കാരിന്റെ PM സൂര്യകർ മുഫ്ത് ബിജിലി യോജന വഴിയാണ് ഇത് നടപ്പിലാക്കുക. കേരളത്തിലെ പദ്ധതിക്ക് ഒരു കാരണവശാലും PM സൂര്യകർ മുഫ്ത് ബിജിലി യോജന എന്ന പേര് വെക്കരുതെന്നും പകരം മുഫ്ത് സരിത യോജന എന്ന പേര് വെക്കണമെന്നാണ് എന്നും സഖാക്കൾ ആവശ്യപ്പെട്ടു. ടിക്കറ്റ് എടുക്കാൻ ചില്ലറ നൽകാത്തതിനെ തുടർന്ന് ഗതാഗത മന്ത്രിയെ കണ്ടക്ടർ ബസ്സിൽ നിന്നും ഇറക്കിവിട്ടു. സാധാരണക്കാർ നേരിടുന്ന യാത്രാ ദുരിതം നേരിട്ടറിയാൻ വേഷം മാറിയെത്തിയ കർണാടക ഗതാഗത മന്ത്രി ഭഗീരഥി സുരേഷിനാണ് സ്വന്തം വകുപ്പിൽ നിന്ന് തന്നെ അവഹേളനം നേരിട്ടത്. ഹെബ്ബാളിൽ നിന്ന് നാഗഷെട്ടിഹള്ളിയിലേക്കുള്ള മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. നഗരത്തിലെ പൊതുഗതാഗത സംവിധാനങ്ങളുടെ പോരായ്മകൾ വിലയിരുത്താൻ ഔദ്യോഗിക വാഹനവും സുരക്ഷാ ജീവനക്കാരെയും ഒഴിവാക്കി അതീവ രഹസ്യമായിട്ടായിരുന്നു മന്ത്രിയുടെ യാത്ര. എന്തായാലും സ്വന്തം വകുപ്പിന്റെ കാര്യക്ഷമത പുള്ളിക്ക് അസ്സലായി ബോധ്യമായി. കണ്ടക്ടറുടെ അടിയന്തരം ഇന്നേക്ക് 16ാം ദിവസം. ഓക്ലാൻഡിൽ പ്രവാസി ഭാരതീയരെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പഴയ ന്യൂസിലൻഡ് സന്ദർശനം ഓർത്തെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴുത്തിൽ അണിഞ്ഞിരുന്ന മഫ്ലർ കയ്യിലെടുത്ത് അന്ന് സന്ദർശനത്തിനിടെ തനിക്ക് സമ്മാനിച്ചതാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള തന്റെ ആദ്യ സന്ദർശനമായിരിക്കാം ഇത്. എന്നാൽ 25-30 വർഷം മുമ്പ് സർക്കാരിന്റെ ഭാഗമല്ലാതിരുന്നപ്പോഴും പൊതുജീവിതത്തിൽ ആരും തന്നെ തിരിച്ചറിയാതിരുന്നപ്പോഴും ന്യൂസിലൻഡ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചിരുന്നു. അന്ന് ഒരാൾ 3 വസ്തുക്കൾ സമ്മാനമായി നൽകി. ഒരു മഫ്ലർ, ഒരു തൊപ്പി, പിന്നെ ഒരു ജോഡി ഗ്ലൗസുകൾ. അവയിലൊന്ന് ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന ഈ മഫ്ലർ അന്നൊരു ന്യൂസിലാൻഡ് സ്വദേശി സമ്മാനിച്ചതാണ്. ഈ വർഷങ്ങൾക്കിടയിൽ ഇത് പലതവണ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹത്തെ എങ്ങനെയാണോ കാത്തു സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഇതും സൂക്ഷിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. प्रधानमंत्री के रूप में भले ही मेरा पहला न्यूजीलैंड दौरा है, लेकिन 25-30 साल पहले जब मैं किसी सरकार में भी हिस्सा नहीं था, सार्वजनिक जीवन में मुझे कोई जानता नहीं था, तब भी मुझे यहाँ न्यूजीलैंड आने का अवसर मिला था. और उस समय मुझे किसी ने गिफ्ट में
3 चीज़ें दी थी जो मैं वापस इंडिया लेकर के गया था। एक, ये मफलर, एक कैप और एक दस्ताना, क्योंकि ठंड का मौसम था। और उसमें से एक चीज मैं अभी यहां इस कार्यक्रम में भी लेकर आया। ये मफलर जो आप देख रहे हैं, ये 25-30 साल पहले मुझे न्यूजीलैंड के एक साथी ने दिया था। इतने साल में मैंने कई बार इसका उपयोग किया और आज भी इसे बहुत संभाल करके रखा है, जैसे आपके प्यार को संभाल के रखता हूं। നാളത്തെ പപ്പുവിൻ്റെ പ്രസ്താവന. 30 വർഷങ്ങൾ പഴക്കമുള്ള മഫ്ലർ വിദേശ പര്യടനത്തിന് ഉപയോഗിച്ച മോദി ഭാരതത്തെ സത്യത്തിൽ അപമാനിക്കുകയാണ് ചെയ്തത്. 2 ലക്ഷം കോടിയുടെ സ്വത്തുള്ള ഭരണാധികാരികൾ ഉണ്ടായിരുന്ന നാടാണിതെന്ന് മോദി മറക്കരുത്. ഒമാൻ തീരത്ത് GFS ഗാലക്സി എന്ന ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്കും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. കപ്പലിൽ ഉണ്ടായിരുന്ന 11 ഇന്ത്യൻ പൗരന്മാരിൽ 10 പേരെ ഇതിനോടകം സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായും ഒരു ഇന്ത്യൻ പൗരനെ കാണാതായതായും വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയെ അറിയിച്ചു. ഇനി ഒടുക്കം ഇറാനിൽ ഭാരതത്തിന്റെ നാവികസേന കൂടി ആക്രമണം തുടങ്ങിയാലേ ജിഹാദികൾക്ക് സമാധാനമാകൂ എന്ന് തോന്നുന്നു. ഇന്ത്യൻ സംഗീത ലോകത്തിന്റെ ഇതിഹാസ ശബ്ദവും മലയാളികളുടെ പ്രിയ ഗായികയുമായ എസ് ജാനകി അന്തരിച്ചു. 88-ാം വയസ്സിലായിരുന്നു അന്ത്യം. ചലച്ചിത്ര, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരടക്കം 10,000ങ്ങളാണ് ജാനകിയമ്മയ്ക്ക് വിട ചൊല്ലിയത്. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ 10,000കണക്കിന് ഗാനങ്ങളിലൂടെ തലമുറകളുടെ ഹൃദയം കീഴടക്കിയ വാനമ്പാടിയുടെ വിടവാങ്ങൽ സംഗീത ലോകത്തിന് തീരാ നഷ്ടമായി. ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എന്ന വിശേഷണത്തിന് അർഹയായ ഗായികയാണ് എസ് ജാനകി. മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലായി ഏകദേശം 40,000-ത്തിലധികം ഗാനങ്ങൾ ആലപിച്ച ജാനകിക്ക് 4 തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരവും 41 തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അംഗീകാരങ്ങൾ നേടിയ ഗായികമാരിൽ ഒരാളാണ് എസ് ജാനകിയമ്മ. 2017 മൈസൂരിൽ നടന്ന സംഗീത പരിപാടിയിലൂടെയാണ് സിനിമയിലെയും പൊതുവേദികളിലെയും ഗാനാലാപനത്തിന് എസ് ജാനകി വിരാമമിട്ടത്. തുടർന്ന് വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. 2013 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പത്മഭൂഷൺ പുരസ്കാരം വൈകിയെത്തിയ അംഗീകാരമാണെന്ന് ചൂണ്ടിക്കാട്ടി അവർ സ്വീകരിക്കാതിരുന്നതും ദേശീയ ശ്രദ്ധ നേടിയിരുന്നു. കാലം കടന്നുപോയാലും എസ് ജാനകിയുടെ ശബ്ദം തലമുറകളിലൂടെ മുഴങ്ങിക്കൊണ്ടിരിക്കും. അനേകം വികാരങ്ങൾക്ക് സ്വരമായി മാറിയ ആ അപൂർവ ശബ്ദം ഇനി ഓർമ്മകളിൽ മാത്രം. ജാനകി അമ്മയ്ക്ക് തത്വമയി ന്യൂസിൻ്റെ ഹൃദയംഗമമായ ആദരാഞ്ജലികൾ. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ കടന്നു. സ്വിറ്റ്സർലൻഡിനെ 1-3 ഗോളിന് തകർത്താണ് അർജന്റീനയുടെ വിജയം. എക്സ്ട്രാ ടൈമിൽ തുടരെ 2 ഗോളുകൾ നേടിയാണ് അർജന്റീനയുടെ വിജയം. നിശ്ചിത സമയത്തും ഇഞ്ചുറി ടൈമിലും സ്കോർ 1-1 സമനില പാലിച്ചതോടെയാണ് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടത്. 10ാം മിനിറ്റിൽ അലക്സിസ് മാക്സ് അലിസ്റ്ററിലൂടെ നേടിയ ഗോളിലൂടെ അർജന്റീനയാണ് ആദ്യം മുന്നിലെത്തിയത്. ഈ ലോകകപ്പിൽ അർജന്റീന നേടുന്ന ഏറ്റവും വേഗമേറിയ ഗോളാണിത്. എല്ലാം മെസ്സി ജെറുസലേമിൽ ജൂതത്തൊപ്പിയിട്ടു പോയതിൻ്റെ ഗുണം. ഇതോടെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.